ഇന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്ക ചക്ക കറി വയ്ക്കാൻ പോവാണ്. കറിയല്ല, അവിയൽ. ഇത് കുക്കർ ഇൻഫ്രാറെഡ് കുക്കറാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് കോത്തി വെച്ചിരുന്നു. ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. കെറ്റിൽ വോൾസം മാർക്ക് കമ്പനിയാണ്, 2 ലിറ്ററിൻ്റെ. അപ്പോൾ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചാൽ പെട്ടെന്നാവുമല്ലോ. ഓണാക്കുന്നു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2000-ലേക്കാണ് വരുന്നത്. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. വീണ്ടും തിളക്കട്ടെ. അപ്പോഴത്തേക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം അവിയലിനുള്ള. ഓക്കെ, ഉണക്കച്ചക്ക അവിയലിനുള്ള അരപ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കുറച്ച് തേങ്ങ നേരത്തെ തന്നെ ഇതാക്കി റെഡിയാക്കി വെച്ചിരുന്നതാണ് ഫ്രീസറിൽ. അതെടുത്ത് കുറച്ച് പുറത്ത് വെച്ച് ഐസ് പോയി. പിന്നെ കുറച്ച് കറിവേപ്പിലുണ്ട്. പിന്നെ കൊച്ചുള്ളിക്ക് പകരം സവാള, ചെറിയ സവാള, കൊച്ചു സവാള, പിന്നെ ഒരു വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകത്തിൻ്റെ പൊടി, കശ്മീരി ചില്ലിപ്പൊടി സ്വല്പം ഇടാം. അവിയലിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കിയിട്ട് മസാല ഇടാം. ഏകദേശം വെന്താണെങ്കിൽ ഇടയ്ക്ക് 1-2 പ്രാവശ്യം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താണ്. ഉണക്കായതുകൊണ്ട് നല്ല വേവുണ്ടായിരുന്നു. ഇത് ചെറിയ ചട്നി ജാറാണ്. പ്രീമിയറിൻ്റെ മിക്സർ ഗ്രൈൻഡറിൻ്റെ ഏറ്റവും ചെറിയ ജാറാണ്. നല്ല ഒരുവിധം വലിയ ജാറാണ്. 10-11 വർഷത്തോളമായി യൂസ് ചെയ്യുന്നുണ്ട്. അധികം ഓവർ യൂസ് ഇല്ല, ചെറിയ യൂസേ ഉള്ളൂ. അതിലേക്ക് മസാല ഇടാം. ഒന്ന് ഇളക്കി നോക്കട്ടെ. ഏകദേശം എന്ത് മസാല ഇട്ടു. പക്ഷേ മസാല ലേശം ഓവറായെന്ന് സംശയം. എന്തായാലും നോക്കാം. പിന്നെ ഒരു സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. വെളിച്ചെണ്ണ കോക്കോ ഫസ്റ്റ് സ്വല്പം മതി. കഴിഞ്ഞു.